ഹായ് വിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നസീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സ്വീറ്റ് ഐറ്റമാണ്. ക്യാരറ്റ് ഉപയോഗിച്ചാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്ന നല്ലൊരു യമ്മി ആയിട്ടുള്ള ഒരു സ്വീറ്റാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ചെറിയ ക്യാരറ്റാണ്. ഇനി നമുക്കതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഞാനിവിടെ 4 ക്യാരറ്റും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം, എന്നാലേ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. ഇനി നമുക്കിത് ഒരു പാനിലോട്ട് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇതിൻ്റെ വെള്ളം കളയരുത്, അത് നമുക്ക് പിന്നീട് ആവശ്യം വരും. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് ഒരു പാനിലോട്ട് തന്നെ മാറ്റാം. അതിലോട്ട് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കാം. ഇത് നമ്മൾ നേരത്തെ ക്യാരറ്റ് വേവിച്ച വെള്ളം, അതിലോട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഈ ക്യാരറ്റ് വേവിച്ചതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. ക്യാരറ്റ് നന്നായി വെന്ത് അതിൻ്റെ പാനിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്ന രീതിയാകുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം. അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഏത് ഷേപ്പിലാണ് നിങ്ങൾക്ക് വേണ്ടത് ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. ഇനി കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. റൗണ്ടായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം ആ രീതിയിൽ ചെയ്യാം. അപ്പം നമ്മളുടെ യമ്മി ആയിട്ടുള്ള ക്യാരറ്റ് ഡിലൈറ്റ് റെഡിയായി. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്വീറ്റാണിത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.